എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജനുവരി മാസം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം വരുന്ന മേടക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഞാൻ ഇവിടെ പറയുന്നത് ജനുവരി മാസം ഗ്രഹങ്ങൾ വ്യത്യസ്ത രാശിയിൽ നിൽക്കുമ്പോഴുള്ള ചാരഫലമാണ്. ചാരഫലവും ഓരോ വ്യക്തികളുടെയും ജാതകവശാലുള്ള ദശാകാലവും മോശമാണെങ്കിൽ ആ കാലം ഏറ്റവും കഷ്ടപ്രദമായിരിക്കും. ദശാഫലം നല്ലതും ചാരഫലം മോശവുമാണെങ്കിൽ സമ്മിശ്ര ഫലമായിരിക്കും. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പൊതുവായ ഫലമാണ് പറയുന്നത്, അല്ലാതെ ഓരോ വ്യക്തികളുടെയും ഫലമല്ല. ദശാകാലം ഏതാണെന്ന് ഓരോ വ്യക്തികളും പരിശോധിച്ച് മോശം ദശാകാലമാണെങ്കിൽ അതിനു വേണ്ട ദോഷപരിഹാരം ചെയ്യുന്നത് നല്ലതായിരിക്കും. മേടക്കൂറുകാർക്ക് ജനുവരി മാസം തൊഴിൽപരമായി അനുകൂലമായ കാലമാണ്. തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന മേടക്കൂറുകാർക്ക് 15-ാം തീയതിക്ക് ശേഷം തൊഴിൽ ലഭിക്കുന്നതാണ്. തൊഴിലിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ തടസ്സമൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ മേലുദ്യോഗസ്ഥന്മാരുമായും കൂടെ ജോലി ചെയ്യുന്നവരും ഒക്കെയായി നല്ല രീതിയിൽ സഹകരണത്തോടെ പോകാൻ പറ്റുന്ന സമയമാണ്. വിദേശ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും നല്ല സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അല്പം മങ്ങൽ ഉണ്ടായാലും ക്രമേണ അത് മാറി വരുന്നതാണ്. അതുപോലെ വസ്തുക്കളൊക്കെ ക്രയവിക്രയങ്ങളിലൂടെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന സമയവുമാണ്. ധനപരമായി ജോലിയിലൂടെയും മറ്റും ലാഭം ഉണ്ടാകുന്നതാണ്. ധനപരമായി അത്ര ഒരു മോശമല്ലാത്ത കാലമാണ്. പക്ഷേ അപ്രതീക്ഷിതമായി ചിലവുകൾ ഉണ്ടാകുന്നതാണ്. ചിലവുകൾ നിയന്ത്രിക്കേണ്ട സമയമാണ് ജനുവരി മാസം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ നല്ല നിലവാരം പുലർത്താൻ സാധിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കും നല്ല സമയമാണ്. ഉദ്ദേശിക്കുന്ന കോഴ്സുകൾക്ക് ഒക്കെ ചേരാൻ സാധിക്കുന്നതാണ്. വിദേശങ്ങളിൽ പഠനത്തിന് ശ്രമിക്കുന്നവർക്കും ആ ശ്രമം വിജയിക്കുന്നതാണ്. ദമ്പതികൾക്ക് മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് ചെറിയ കലഹത്തിനും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും മാസത്തിൻ്റെ അവസാനത്തോടെ അതൊക്കെ മാറി വരുന്നതാണ്. സ്ത്രീകൾ നിമിത്തം ചെറിയ കലഹത്തിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ മറ്റു സ്ത്രീകളുമായുള്ള ഇടപെടലുകൾ ഒക്കെ സൂക്ഷിക്കണം. പല അപവാദങ്ങൾക്കും അപമാനങ്ങൾക്കും ഒക്കെ കാരണമാകാവുന്നതാണ്. ദൂരദേശ യാത്രകൾ ഉണ്ടാകാം. അതുപോലെ ഗ്രഹോപകരണ ലാഭം ഉണ്ടാകാം. വിവാഹം ആലോചിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് അല്പം തടസ്സം ഉണ്ടായാലും അത് മാറിക്കിട്ടുന്നതാണ്. യാത്രകളിലൊക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. രക്തസമ്മർദ്ദം ഉള്ളവർ ശ്രദ്ധിക്കേണ്ട മാസമാണ് ജനുവരി മാസം. അതുപോലെ മാസത്തിൻ്റെ പകുതി വരെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം. അതുപോലെ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ട സമയമാണ്. ദൈവാധീനത്തിനായി ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക. അതുപോലെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു മാസമാകട്ടെ ജനുവരി മാസം. നന്ദി, നമസ്കാരം.